പരിസ്ഥിതി ദുർബല പ്രദേശത്തെ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം. ബുധനൂർ പഞ്ചായത്ത് ഉളുന്തി 9-ാം വാർഡിൽ ജനവാസ മേഖലയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രക്ഷോഭം നടത്തുന്നത്. കുട്ടമ്പേരൂർ ആറിന്റെ കരയിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം മാറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ഇൻഡസ് കമ്പനിയുടെ ടവർ നിർമ്മാണം. ഞങ്ങൾ സമരം ചെയ്യുകയാണ് ഈ ടവറിനെതിരെ. ഈ സമരം ചെയ്ത് ഞങ്ങളുടെ ഇവിടെ സമരത്തിനിരിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ പരാതിപ്പെടേണ്ടടുത്തെല്ലാം ഞങ്ങൾ പരാതിപ്പെട്ട്, എന്നിട്ട് ഞങ്ങളുടെ ജനപ്രതിനിധിയായ മെമ്പർ 9-ാം വാർഡിലെ മെമ്പർ ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുവോ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ബഹുമാനപ്പെട്ട പഞ്ചായത്തിൽ ഇതൊന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വരാനോ, ഇത് താഴെ വീഴത്തില്ലെന്ന് പറയത്തില്ല, ഈ പൂഴിമണ്ണിൽ എന്തായാലും ടവർ താഴെ വീഴത്തില്ലെന്നൊന്നും ആർക്കും പറയാനൊക്കത്തില്ല. അത് നിലച്ച് ഇല്ലെങ്കിൽ ഇവിടെ നിർത്തി വെക്കും. ഞങ്ങൾ ഇതിനകത്ത് ഒരാളെങ്കിലും വെള്ളത്തിൽ ചാകുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്രയ്ക്ക് ദണ്ണമായിപ്പോൾ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ കിടന്ന് ഉരുകുക. അപ്പോൾ അതുകൊണ്ട് മണ്ണിടിച്ചിൽ കൂടുതലുള്ളൊരു പ്രദേശമാണ് ഇത്രയും പ്രദേശം എന്ന് പറയുന്നത്. ആറാൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിയും കൂടെ. അപ്പം സ്ഥലം ഒത്തിരി പൂഴി മണ്ണ് ആ പ്രദേശത്ത് ഈ ടവർ മറിയാൻ സാധ്യത ഏറെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് വേണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കിഴക്ക് തെക്കുഭാഗങ്ങളിൽ അച്ചൻകോവിലാറും പടിഞ്ഞാറ് ഭാഗത്ത് കുട്ടമ്പേരൂറാറും സ്ഥിതി ചെയ്യുന്ന പരിസ്ഥിതി ലോല പ്രദേശത്താണ് ടവർ നിർമ്മാണം. 200ഓളം കുടുംബങ്ങളാണ് ഇതിന് പരിസരത്തായി താമസിക്കുന്നത്. ടവർ നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെച്ചു. ടവർ സ്ഥാപിക്കാനായി കുഴിയെടുത്ത സ്ഥലത്തും പരിസരത്തും നീരുറവ ശക്തമായതിനാൽ പൂഴിമണ്ണ് നിറഞ്ഞ ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ മൂലം പല വീടുകളും അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പരിസ്ഥിതി ദുർബല പ്രദേശത്തെ ടവർ നിർമ്മാണം വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ബോധ്യപ്പെട്ട പരിസരവാസികൾ സംഘടിതമായി ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ടപ്പോൾ ടവർ കമ്പനി ഒരു വ്യക്തിക്കെതിരെ മാത്രം പോലീസ് സംരക്ഷണത്തിന് കേസ് ഫയൽ ചെയ്തു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ജില്ലാ കളക്ടർ അടിയന്തര തീരുമാനമെടുക്കണമെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുകളുമുണ്ടായി. ഉളുന്തി എന്ന് പറഞ്ഞ പ്രദേശം ഒരു ദ്വീപിന് ചുറ്റും ദ്വീപ് പോലെ കഴിയുന്ന പ്രദേശമാണ്. കിഴക്കും തെക്കും പ്രദേശങ്ങളിൽ അച്ചൻകോവിലാറും പടിഞ്ഞാറ് കുട്ടമ്പേരൂരാറും സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പ്രദേശമാണ്. അപ്പോൾ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായി വളരെ ദുർബല പ്രദേശമാണ്. മാത്രമല്ല ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും ലൂസ് സോയിലാണ്. പൂഴിമണ്ണിനേക്കാളും, കാരണം ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ കാര്യത്തിന് ഒരു തെങ്ങ് വെക്കാൻ പോലും ഒരു കുഴിയെടുത്തു കഴിഞ്ഞാൽ ഈ 2 ആറ്റിലും ഉറവ വന്ന് പെട്ടെന്ന് നിറയുന്ന ഒരു പ്രദേശത്തെയാണ് ഇവിടെ വെക്കുന്നത്. ഇവിടെ ഏകദേശം 100-200 പ്രദേശത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ, സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ അടക്കം തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ ഏരിയയിൽ ഒരു കുട്ടമ്പേരൂരാറും ഏകദേശം 100-120 മീറ്റർ തീരത്തു നിന്ന് 100 മീറ്റർ 200 മീറ്റർ 120 മീറ്റർ കിഴക്ക് മാറി ഒരു വലിയ മൊബൈൽ ടവർ ഇൻഡസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിന് വേണ്ടിയാണിത്. അവർ 6-7 മാസം മുമ്പ് തൊട്ടേ പലപ്പോഴും ഒരു കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഒരു വ്യക്തിക്കെതിരെ മാത്രം കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഒരു കേസ് കൊടുക്കുകയും ആ കേസ് കോടതി പറഞ്ഞു ജനങ്ങളുടെ പരാതിയും കൂടെ പരിഗണിച്ചതിന് ശേഷം അടിയന്തരമായി കളക്ടർ പരിഹരിച്ച് പണികൾ പിന്നീട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത്. ബുധനൂർ പഞ്ചായത്ത് ഭരണസമിതി പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ടവർ നിർമ്മാണത്തിന് അനുവാദം നൽകരുതെന്ന് കളക്ടറോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളതെന്ന് പഞ്ചായത്ത് അംഗവും പരിസ്ഥിതി പ്രവർത്തകരുമായ അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ടവർ നിർമ്മിക്കുന്നതിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിയും സ്ഥലം MLAയുമായ സജി ചെറിയാൻ, ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് ബുധനൂർ പഞ്ചായത്ത് ഹാളിൽ സമരപ്രതിനിധികളും ടവർ നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. പരിസ്ഥിതി ലോല പ്രദേശത്തു നിന്നും മാറ്റണമെന്നാണ് ചർച്ചയിൽ വന്ന ഭൂരിപക്ഷം അഭിപ്രായമെന്നും മറ്റൊരു സ്ഥലത്തേക്ക് ടവർ മാറ്റി സ്ഥാപിക്കുന്നതിനായി സഹകരിക്കണമെന്നുമാണ് ചർച്ചയിൽ ഉയർന്നു വന്നത്. മറ്റൊരു സ്ഥലം കണ്ടെത്തി നൽകുന്നതിനായി സഹായിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വളരെ വിശദമായ ഒരു ചർച്ച വസ്തു ഉടമയും പരാതിക്കാരും എല്ലാ ജനപ്രതിനിധികളെയും കൂടി പങ്കെടുപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തി. അവരുടെ എല്ലാ അഭിപ്രായങ്ങളും കേട്ടു. എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്. പാരിസ്ഥിതിക പ്രശ്നമുള്ള അവിടെ 2 ആറിൻ്റെ തൊട്ടു ചേർന്നുള്ള സ്ഥലമെന്ന നിലയിൽ, ആവശ്യത്തിന് വേണ്ട വഴിയില്ലാത്തൊരു സ്ഥലമെന്ന നിലയിൽ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടുന്ന് മാറ്റി ഇത് വരുന്നതിനാരും എതിരല്ല. ഉയർന്ന സ്ഥലം തൊട്ട് ചേർന്നുണ്ടെങ്കിൽ അവിടെ നിർമ്മിക്കുന്നതിന് സഹകരിക്കണം എന്ന അഭിപ്രായം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളെയും അവിടെ മറ്റൊരു സ്ഥലം കണ്ടെത്തുന്നതിന്
അവരെ സഹായിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ചെങ്ങന്നൂർ RDO വിജയമോഹൻ, തഹസിൽദാർ അശ്വനി, ചെങ്ങന്നൂർ DYSP MK ബിനുകുമാർ, മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ D, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR മോഹനൻ, ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു, പഞ്ചായത്ത് അംഗം G ഉണ്ണികൃഷ്ണൻ, സമരസമിതി അംഗങ്ങളായ ജോൺ ഉളുന്തി, അനീറ്റ, ജയലക്ഷ്മി, സിബിൾ, സേതുലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.